വെഞ്ഞാറമൂട് കൊലപാതകം മനസ്സിലറിഞ്ഞല്ലോ 5 പേരെ കൊലപ്പെടുത്തിയ സംഭവം അത് പല സിനിമകളെയും സ്വാധീനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാർക്കോ പോലുള്ള സിനിമകൾ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഈ യുവാക്കളിലേക്ക് ഇങ്ങനെയുള്ള സിനിമകൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ യുവാക്കളിലേക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലഹരികൾ എത്തുമ്പോൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഇപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയത് തന്നെ ഇങ്ങനെയുള്ള കൊലപാതക സീരീസുകൾ കേട്ടുകൊണ്ടാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ ഇന്നലെ ഇങ്ങനെ കണ്ടു, ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത്തരം സിനിമകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ബ്ലഡ് തെറിക്കുന്ന സിനിമകളാണ്. ഇത്രയും വയലൻസ് നമ്മുടെ സിനിമയിൽ ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ ഈ വിജയുടെയൊക്കെ സിനിമയാണ് ബാലേഖൻ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലേ. അയാളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ 18 പേര് 20 പേരൊക്കെയാണ് വെട്ടുകൊണ്ട് വീഴുന്നത്. പോലീസ് ഈ നാട്ടിൽ ഇല്ലയോ എന്ന് നമുക്ക് തോന്നും. പിന്നെ അടുത്ത സീന് വീണ്ടും ഒരു 20 പേരെ കൂടെ വെട്ടി വീഴ്ത്തുകയാണ്. ഇവരെല്ലാം കഴുത്തൊക്കെ മറ്റാണ് വീഴുന്നത്. അപ്പോൾ ഇവരാരെങ്കിലും മരിച്ച കേസൊന്നുമില്ലേ? ഈ സിനിമകളിലൊക്കെ ആളുകളെങ്ങനെ അടിച്ചു കൊല്ലുന്നുണ്ട്, ചോര തെറിക്കുന്നുണ്ട്, തലയടിച്ച് പൊട്ടിക്കുന്നു, വെട്ടിക്കൊല്ലുന്നു. കേസില്ല, പോലീസില്ല നാട്ടിൽ. ഇതെന്ത് സിനിമയാണ്? നായകൻ എന്തും ചെയ്യാം. നായകൻ വരുന്നു, ഒരു 10-20 പേരെ വെട്ടി വീഴ്ത്തുന്നു, അങ്ങ് പോകുന്നു. ആ കഴുത്തൊക്കെയാണ് അറ്റ് പോകുന്നത്. മരിച്ചിരിക്കാനുള്ള കാരണം വലിയ ശൂലമൊക്കെ എടുത്ത് വയറ്റിൽ കൂടെ കയറുമ്പോൾ അപ്പുറത്തോട്ട് കുത്തി ഇറങ്ങുകയാണ്. മരിച്ചായിരിക്കാനുള്ള ഒരു സാധ്യതയും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ കാണുന്നില്ല. നമ്മൾ ഈ നാണം കേട്ടല്ലോ. പക്ഷേ ഇവരെ പേരിലൊന്നും പിറ്റേ ദിവസം അവർ വീണ്ടും അടുത്ത കാർ ഓടിച്ചുകൊണ്ട് പോയി പാട്ട് സീനിൽ അഭിനയിക്കുകയും ചെയ്യുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണെന്ന് വിചാരിച്ചാണോ ഇങ്ങനെ ചെയ്യുന്നത്? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം എന്താ, കാണിക്കുന്ന ഗോഷ്ഠികൾ നമ്മൾ മനുഷ്യൻ കാണിക്കുന്നതൊക്കെ കാണിക്കും. ഒരാളെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വണ്ടിക്ക്, എന്നിട്ട് എന്തായി? സിനിമ വന്നോ രക്ഷിക്കാൻ? ഇല്ല. ഒരാൾ ബസ്സിനകത്ത് ലോറിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് കണ്ടുകൊണ്ട് ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. അയാൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ലൈസൻസ് പോലും ഇല്ല. നിങ്ങൾ ആലോചിക്കണം. OTT കൂടി ഉള്ളതുകൊണ്ട് ആളുകളിലേക്ക് ഈസിയായി ഇതൊക്കെ ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വേണം. ഈ കണ്ടന്റിലാണോ നിയന്ത്രണം വേണ്ടത്? ഇതാരാണ് ശരിക്കും? ഇത് സിനിമ എടുക്കുന്ന ആളുകളാണോ, അതിൽ അഭിനയിക്കുന്ന ആളുകളാണോ, അത് കാണുന്ന ആളുകളാണോ? ആരിലാണ് ഇതിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവേണ്ടത്? എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇനി എടുത്തുകൊണ്ട് വന്നാൽ തന്നെ സെൻസർ ബോർഡ് കർശനമായി ഇതിനെ വിലക്കണം. ഈ ചോര ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ തെറിക്കുകയാണ്. ബ്ലഡ് തെറിക്കുന്ന ഒരു ഹരമായി മാറുന്ന സീനുകളെ എല്ലാം കട്ട് ചെയ്യണം. അത് കഥയെ ബാധിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ കഥ പറയണ്ട. പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. മലയാള സിനിമയിലും ഹിന്ദി സിനിമയിലും ഇംഗ്ലീഷ് സിനിമയിലും ഒക്കെ പണ്ടും കൊല നടത്തിയിട്ടുണ്ട്. കുത്തുന്ന കാണിച്ചു, പക്ഷേ കുത്തി കയറി ചോര വരുന്നതും കുടൽ വെളി വരുന്നൊന്നും കാണിക്കാറില്ല. അതൊക്കെ ഇപ്പോഴാണ് കാണിക്കാൻ തുടങ്ങിയത്. ശൂലം കുത്തി ഇറക്കുന്നതൊക്കെ ഇതൊന്നും കാണിക്കാൻ പാടില്ല. അത് സമ്മതിക്കാൻ പാടില്ല. ഞാനൊരു കലാകാരനാണ്. സെൻസറാണ് അക്കാര്യത്തിൽ കർശന നിലപാടെടുക്കേണ്ടത്. സെൻസർ ബോർഡാണ്. നമുക്കിവിടെ ഇരുന്ന് പ്രേക്ഷകനോ മാധ്യമ പ്രവർത്തകർക്കോ മന്ത്രിമാർക്കോ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതിൽ സെൻസർ ബോർഡ് കർശന നിലപാടെടുക്കണം. ഇത്തരം ബ്രൂട്ടൽ സീൻസ് കാണിച്ചു കൊടുക്കരുത്. കാണിച്ചു കൊടുത്താൽ എന്താ, ഞാൻ പറഞ്ഞ സംഭവമുണ്ട്, കൊന്നിട്ട് വയറ്റിൽ കൂടെ കുത്തി ഇറക്കിയിട്ട് പിറ്റേ ദിവസം പാട്ടും പാടി പോകണം ഇപ്പുറത്തൂടെ. അങ്ങനെ പോകാമെന്ന് ചില ബുദ്ധിശൂന്യന്മാർ ചിന്തിച്ചാൽ ശരിയല്ലേ? ചിന്തിച്ചാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു വാക്കാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചോര തെറിപ്പിക്കുകയും ബ്രൂട്ടലായിട്ടുള്ള സീൻസ് മനുഷ്യനെ കാണിക്കുന്നിടത്തല്ല ആവിഷ്കാരം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നല്ല മെസ്സേജ് കൊടുക്കുന്നിടത്താണ്. ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് നല്ലൊരു മെസ്സേജ് എത്തിക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു കഥ പറയുകയോ, അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു മഗ്ഗിൽ ചോര കൊണ്ടുവന്നിട്ട് ഒരാളെ മുഖത്തേക്ക് ഊരി ഒഴിച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് ശരിയല്ല. നല്ല മെസ്സേജ് കൊടുത്താൽ നല്ല രീതിയിൽ സ്വാധീനിക്കും. ഇത്തരം തെറ്റായ മെസ്സേജുകൾ തെറ്റ് തന്നെയാണ്. ഇനി മാർക്കോ എന്ന സിനിമയൊന്നും കണ്ടിട്ടില്ല. എന്നോട് ആരോ പറഞ്ഞു കണ്ടിരിക്കാൻ പറ്റാത്ത ക്രൂരതയാണെന്നാണ് എന്നോട്. ഒരു വയലൻസ് വളരെ കൂടുതലായ പടമാണ്. അത് കാശ് കിട്ടണം എന്നുള്ളത് ശരിയാണ്. ഇന്ത്യ മുഴുവൻ വയ്ക്കാൻ പാൻ ഇന്ത്യൻ സിനിമയാക്കണമെന്ന്. പക്ഷേ ബ്രൂട്ടൽ ആയിട്ടുള്ള ഇത്തരം സിനിമകളെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല വ്യക്തിപരമായി. അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പം സിനിമയിൽ വയലൻസും സെക്സും ഒക്കെ എന്നുമുണ്ട്. പക്ഷേ അതിനെ ഭരതൻ എന്ന സംവിധായകൻ ഇത് രണ്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം IV ശശി ഇത് രണ്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സിനിമകളിൽ ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പച്ചയ്ക്ക് കാണിച്ചിട്ടില്ല. ഇതും വയലൻസും സെക്സും എല്ലാം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 2 സംവിധായകരാണ് IV ശശിയും ഭരതനും. നിഷേധിക്കാൻ പറ്റില്ല. അവരത് എത്ര രസകരമായി അവതരിപ്പിച്ചു.